പ്രൈവറ്റ് ആശുപത്രികൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് ഈ ഉപകരണങ്ങളുടെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശസ്ത്രക്രിയകളെല്ലാം ചെയ്യുന്നത് AI ആണ്. ആ നിലയിലടക്കം ലോകത്തെ ആരോഗ്യ മേഖല വികസിക്കുകയും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ അത്തരത്തിലുള്ള അവർക്ക് നല്ല ഡോക്ടർമാരുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ഇല്ല. പക്ഷെ നമ്മുടെ ജനറൽ ആശുപത്രികളിൽ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർമാരെന്ന് പറഞ്ഞത് നമ്മുടെ മന്ത്രിമാർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ അമേരിക്കയിൽ തന്നെ പോകാറുണ്ട്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരാണ്. കാരണം അവർ ഒരു ദിവസം പരിശോധിക്കുന്ന രോഗികളുടെ എണ്ണം ഏറ്റവും മിനിമം 100 ആണ്. എന്ന് പറഞ്ഞാല് ഞാനൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അനുഭവം പറയാം. എൻ്റെ അമ്മയുടെ കാലിന് നീര് വന്നിട്ട് ഞാനിവിടെ പോകാത്ത സ്വകാര്യ ആശുപത്രികളില്ല, ഒരു തരത്തിലും പരിഹരിക്കപ്പെട്ടില്ല. പക്ഷെ ഒരു സർക്കാർ ആശുപത്രിയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിച്ച് ഈ കാര്യം ചെയ്തിട്ട് അദ്ദേഹം വെറും 50 പൈസയുടെ ഒരു ഗുളിക തന്നു. ആ ഗുളിക കഴിച്ച് അമ്മയുടെ കാലിന്റെ നീരും പറ്റി. കാരണം അത് എക്സ്പീരിയൻസ് ആണ്, മനസ്സിലായി. അപ്പൊ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർക്ക് ഇന്ന് സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ ഈ ഇൻസ്ട്രുമെന്റ്സിലും വന്നിരിക്കുന്ന ആരോഗ്യ മേഖലയിലുള്ള വികാസത്തെ സർക്കാർ അഡ്രസ് ചെയ്യണം. അത് അഡ്രസ് ചെയ്യണമെങ്കിൽ നയത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇതില്. കൂടുതൽ ഫണ്ട് ആരോഗ്യ മേഖലയിലേക്ക് മാറ്റണം. ഞാൻ പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡോക്ടർ ഇവിടെ ഇത് പരിഹരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ കൈ മാറി ശസ്ത്രക്രിയ ചെയ്തു അല്ലെ. ആ വിഷയത്തിൽ വലിയ പുകിലുണ്ടായി. അദ്ദേഹം എന്താ പറഞ്ഞേ, അതെനിക്ക് സംഭവിച്ചു പോയൊരു തെറ്റാണ്, ഞാൻ അവർക്ക് അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് എന്താ കാരണം? 50 ശസ്ത്രക്രിയ ഒരാൾ ഒരു ദിവസം ചെയ്യുന്നത്. 51ാമത്തെ ശസ്ത്രക്രിയയിൽ നേഴ്സുമാര് അവര് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ കൈ തെറ്റിപ്പോയി. അദ്ദേഹത്തിന് ബോധമില്ലാതെ ഇരുന്ന് അത് ചെയ്യേണ്ട അവസ്ഥയാണ്. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര്. ഇനി രോഗികളെ സംബന്ധിച്ചോ നിലത്ത് പായ വിരിച്ച് കിടക്കേണ്ട അവസ്ഥ. അത്ര അധികം ആളുകൾ അവിടെ എത്തുകയാണ്. ഈ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ന്യൂറോ എന്ന് പറയുന്നത് വലിയ രീതിയിൽ അവരെ കാണാനായിട്ട് രാവും പകലില്ലാത്ത ആൾക്കാർ. ഹാരിസ് തന്നെ 12 മണിക്കും 1 മണിക്കും അദ്ദേഹത്തിന് കൊത്തിക്കൊണ്ടുപോകാൻ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഉള്ള എത്രയോ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. ആ ഡെഡിക്കേഷനിൽ അയാൾ അവിടെ നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.